നല്ലൊരു ഇടവേളയ്ക്ക് ശേഷം പൂർവാധികം ഉന്മേഷഭരിതരായി അവർ പദയാത്ര തുടർന്നു. ചെന്നെത്തിയത് ഷീലോ എന്ന പ്രദേശത്താണ്. ഇവിടെയാണ് വാഗ്ദാനത്തിന്റെ പേടകം ആദ്യം സൂക്ഷിക്കപ്പെട്ടത്. ശത്രുക്കൾ ഈ പട്ടണം വളഞ്ഞ് ഏറെ പേരെ വധിക്കുകയും വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു. നാശനഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ കാണാമായിരുന്നു. ദിവ്യരക്ഷകനെ സംവഹിക്കുന്ന യഥാർത്ഥ പേടകമാണ് മേരി എന്ന് അന്ന് മാലാഖമാർ മാത്രം അറിഞ്ഞിരുന്നു. പിന്നെ പേടകത്തിന്റെ കാവൽക്കാരനായിരുന്നു ജോസഫും. ജോൺ പോൾ ബാബ പറയുന്നു, ഞാനിന്ന് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് കൊന്തയാണ്. അതിനാവർത്തനവും ധ്യാനവും വഴി പരിശുദ്ധ അമ്മ നിങ്ങളെ ഈശോയിലെത്തിക്കും. തനിച്ച് യാത്ര ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് കൂടെ കൊന്ത ചൊല്ലുമ്പോഴും നാം ഈശോയുടെ ജീവിതത്തെയാണ് ധ്യാനിക്കുന്നത്. അതിനാൽ കൂടുതൽ വിശ്വാസത്തോടെ അമ്മയാകുന്ന സക്രാരിയെ നമുക്ക് ജീവിത ഭാഗമാക്കാം. ജപമാല കയ്യിലെടുക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിക്കുന്ന അനുഭവമായി തീരട്ടെ.